മൈസൂർ എന്നൊരു ഡേ 2 ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് 2 സ്ഥലങ്ങളാണ് വിസിറ്റ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ തലക്കാട് ഇവിടുന്ന് ഏകദേശം ഒരു 49-50 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്ന് അടുത്ത വിസിറ്റിംഗ് സ്ഥലത്തോട്ടാണ് പോകുന്നത്. സോമനാഥപുരത്താണ് നമ്മുടെ രണ്ടാമത്തെ ഇന്നത്തെ സ്ഥലം. സോമനാഥപുരവും തലക്കാടും നമുക്കിന്ന് വിസിറ്റ് ചെയ്തത്. അങ്ങനെ സമയം രാവിലെ 7:30 കാണും. റൂമെല്ലാം പൂട്ടി ഞങ്ങൾ തലക്കാട് കാണാനായുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അടുത്തത് നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം. ഒരു ഫിഷ് അക്വാറിയത്തിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് നമ്മുടെ റൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരെ ഞങ്ങളുടെ റൂമിൻ്റെ തന്നെ അത്യാവശ്യം ഒരു 50 മീറ്റർ അടുത്തായിട്ടുള്ള ആനന്ദ് ഭവൻ റെസ്റ്റോറൻറ്റിലേക്ക് കയറുകയാണ്. മൈസൂർ മസാല ദോശ, ഇഡലി, സാധാരണ ദോശ ഇതെല്ലാമായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കൂടാതെ മൈസൂരിൻ്റെ രുചി അറിയാനായി മൈസൂരിലെ പലവിധ വിഭവങ്ങളും ഞങ്ങൾ ഈ യാത്രയിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. രാവിലത്തെ ഫുഡടിയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സിറ്റി ബസ് സ്റ്റാൻഡിലോട്ടാണ് പോയത്. അവിടെ നിന്നാണ് നമുക്ക് നേരെ തലക്കാടിലേക്കുള്ള ബസ് കയറേണ്ടത്. അങ്ങനെ അധിക നേരമൊന്നും നമ്മളെ വൈകിപ്പിക്കാതെ ഒരു ബസ് ഇങ്ങോട്ട് പാഞ്ഞു വന്നു. പക്ഷെ നമുക്ക് ഈ ബസ്സിൽ മാത്രമല്ല കയറേണ്ടത്. ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി മറ്റൊരു ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടുന്ന് കുറച്ച് നടന്നിപ്പോൾ മെയിൻ ബസ് സ്റ്റാൻഡ് എത്തും. അവിടെ നിന്നാണ് നമുക്ക് ഡയറക്റ്റ് തലക്കാട്ടുള്ള ബസ് ലഭിക്കുന്നത്. അവിടുത്തെ പ്രദേശവാസികളുടെ ജീവിതവും എല്ലാം കണ്ട് ഞങ്ങൾ അടുത്ത ബസ് സ്റ്റാൻഡിലേക്കുള്ള നടത്തം ആരംഭിച്ചു. അവിടെ നിന്ന് 5 മിനിറ്റേ ഉള്ള ആ ബസ് സ്റ്റാൻഡിലോട്ട്. അത് നമ്മൾ അവരുടെ ഒരു മെയിൻ ഗ്രാമത്തിനിടയിലൂടെയൊക്കെയാണ് നമ്മളന്ന് പോയത്. നരസിപുര എന്നാണ് ഈ ബസ് സ്റ്റാൻഡിന്റെ പേര്. ചെന്ന ഉടനെ ഞങ്ങൾക്ക് തലക്കാട് ബസ് കിട്ടി. ഞങ്ങൾ ചാടി കയറിയിരുന്നു, സീറ്റും കിട്ടി. അങ്ങനെ നമ്മുടെ ബസ് ഇവിടുന്ന് ഒരു 53 കിലോമീറ്ററോളം നീണ്ട് തലക്കാടിലേക്കാണ് നമ്മുടെ യാത്ര തുടരുന്നത്. അങ്ങനെ നമ്മുടെ തലക്കാട് ബസ് അവിടെ നിന്ന് യാത്ര തുടർന്നിരിക്കുകയാണ്. പിന്നെ കർണാടകയിലെ ഒട്ടുമിക്ക എല്ലാ ജനങ്ങളും മുറുക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പിന്നെ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ സഞ്ചാരവും സർക്കാർ പാസാക്കി. കാവേരി നദിയുടെ തീരത്തുള്ള പട്ടണമാണ് തലക്കാട്. 1200 കാലഘട്ടത്തിൽ തലക്കാട് നഗരത്തിൽ 30-ലധികം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ 30 ക്ഷേത്രങ്ങളും മണലിൽ മൂടപ്പെട്ടു പോയതായി കരുതുന്നു. ആ മണൽ മാന്തി കുഴിച്ചെടുത്ത 8 ക്ഷേത്രങ്ങൾ കാണാനാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ഹിന്ദുമത വിശ്വാസകരുടെ ജനപ്രിയ തീർത്ഥാടന കേന്ദ്രമാണ് തലക്കാട്. ഈ ഒരു 8 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഈ ബാക്കി സംരക്ഷിച്ചെടുത്ത 8 ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നത്. അങ്ങനെ നമ്മുടെ ഓട്ടോറിക്ഷ ഒന്നാമത്തെ പ്രധാന ക്ഷേത്രമായ വൈദ്യനാഥേശ്വര ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിച്ചേർന്നു. തലക്കാട് നഗരം പൂർണ്ണമായും 1 മൈൽ നീളത്തിൽ മണലിൽ അകപ്പെട്ടിരുന്നു. 2 ക്ഷേത്രങ്ങളുടെ ഗോപുരങ്ങൾ മാത്രമേ അന്ന് ദൃശ്യമാവുകയുള്ളായിരുന്നു. മണൽ മാറ്റി കണ്ടെത്തിയതിൽ ഏറ്റവും മനോഹരമായ ക്ഷേത്രം വൈദ്യനാഥേശ്വര ക്ഷേത്രമാണ്. അങ്ങനെ ഒരു ഗൈഡിനെയും കൂട്ടി നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ മെയിൻ കവാടത്തിന് മുന്നിലായി തന്നെ 2 ദ്വാരപാലകന്മാരുടെ ചിത്രം കൊത്തിവെച്ചിരിക്കുന്നതായി കാണാം. ദ്വാരപാലകന്മാരുടെ വയറിന് നന്ദിയുടെ മുഖമാണ്. ആ ക്ഷേത്രത്തിലെ കൊത്തുപണികളെ കുറിച്ച് ആ ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. 2 animals were giant the god of Ganesh. This god named successful Ganesh or Vijaya Ganapati. The front half horse. The front half crows, back half rat. Leg half parts from the rat leg. The word to hear one. Madam, Hoysala's temple built the shape and 3-4 feet. ഒറ്റക്കല്ലിലാണ് ഈ ക്ഷേത്രം on the wall and say climb the 4 ring snake on it broken. Now what are the writing? വളയങ്ങൾ ഇവിടെ ഒറ്റക്കല്ലിൽ നിർമ്മിച്ചിരുന്നു. അത് ഈ ക്ഷേത്രത്തിന്റെ ഒരു വലിയൊരു പ്രത്യേകതയായിരുന്നു. ഇപ്പോൾ അവിടെ 2 റിങ്ങുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഞങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റും നടന്നു കണ്ടുകൊണ്ടിരുന്നു. കൂടാതെ ക്ഷേത്രത്തിന്റെ ഓരോ ചെറു പ്രത്യേകതകളും ഞങ്ങൾക്ക് ഗൈഡ് വിശദമാക്കി തന്നുകൊണ്ട് പഞ്ചലിംഗ ദർശന. The time new model the bull. The 6th sense system use only lion. Peacock. Here Edmund Ugra. See now Hampi Vasapete. There Lakshmi Narasimha, Badulinga near very big statue is there. But here head one giant wonderful body flag. The same theatre here front of Saraswati God and back of Peacock considered some point. Top of monkeys. Go back after top of sea inside.
World record temple, only 3 temples here, madam. Belur, Alipur, Somnath. This horse head, snake head, elephant head. പല പക്ഷികളുടെയും മൃഗങ്ങളുടെയും മുഖത്തോടു കൂടിയ വ്യത്യസ്ത തരം ചിത്രങ്ങളാണ് ഈ ക്ഷേത്രത്തിന്റെ ഓരോ തൂണുകളിലും കൊത്തിവെച്ചിരിക്കുന്നത്. കൂടാതെ കർണാടക KSRTCയുടെ ചിഹ്നവും ഈ തൂണിൽ നിന്ന് എടുത്തതാണ്. അതും ഞങ്ങൾക്ക് ഗൈഡ് വളരെ Karnataka KSRTC vehicle symbol. Okay. Here front half God figure, in back half half child body, Balakrishna, half child body stand. കണ്ട ഇത് ഇത്ര കൃഷ്ണന്റെ കണക്ക്. ഇത് ഒരു കന്നഡ ലിഖിതം പറയുന്നത് മൈസൂർ രാജാവായ ചിക്കദേവരാജ വോഡയാറിന്റെ ഭരണകാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന്. എണ്ണമറ്റ പുരാതന ചരിത്രമുള്ളതാണെങ്കിലും പ്രധാന ദേവൻ മൈദ്യനാഥേശ്വര സ്വയംഭൂ ശിവലിംഗമാണ്. പ്രധാന ദേവൻ ശ്രീ വൈദ്യനാഥേശ്വരനാണ്. Church time very celebrate. Now morning worship is peaceful, evening something like fine. This is Devi named Durga. ക്ഷേത്രത്തിന്റെ കൽത്തൂണുകളിൽ ശിവന്റെയും കൃഷ്ണന്റെയും ഭദ്രകാളിയുടെയും ചിത്രങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. The 1400 years back, 6th time, Ganga's Dinasty of Kalka, the time of Mysore king housed her. Here and there, Mysore Chamundi and Chamundeshwari. ശിവനായിരുന്നു ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ. അതുകൊണ്ട് തന്നെ ഇവിടെ പഞ്ചശിവലിംഗം നമുക്ക് കാണാനായി സാധിക്കും. ഈ പഞ്ചശിവലിംഗത്തിൽ ഇന്നും പൂജകൾ ചെയ്യാറുണ്ട്. ധാരാളം ടൂറിസ്റ്റുകളും സഞ്ചാരികളും ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനുമായി ഇവിടെ എത്തുന്നു. ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ അങ്ങനെ നടന്നു. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ആട്ടുതൊട്ടിലോ മറ്റോ ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. ഈ ക്ഷേത്രത്തിന് പിന്നിലായി കൂവളമരം, മരോട്ടി മരം അതിനെക്കുറിച്ചും ഗൈഡായ ഉമേഷ് ഏട്ടൻ ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. ഭിത്തിയിലെ ഒറ്റക്കൽ കൊത്തുപണികളാണ് മറ്റൊരു പ്രധാന കാഴ്ച. One single stone pot. The time used only inside save water and flowers and lamps and temple. ഒറ്റക്കല്ലിൽ തീർത്ത മൺപാത്രവും ഒരു പ്രധാന കാഴ്ച. ഈ ഭാഗത്താണ് സ്വയംഭൂ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. Indicate south west direction Dakshinamurti, north west towards this direction. This got one entry. This got here very important temple. This and the wall and the architecture always this very nice temple. This temple's name Lord Vaidyanatheshwara. അങ്ങനെ ക്ഷേത്രത്തിന്റെ പ്രധാന കാഴ്ചകളായ ദ്വാരപാലകന്മാരെയും ഒറ്റക്കല്ലിൽ തീർത്ത ഭിത്തിയിലെ കൊത്തുപണികളും സ്വയംഭൂ ശിവലിംഗവും പിന്നെ ആ ഒറ്റക്കല്ലിൽ തീർത്ത മൺപാത്രവും വളയങ്ങളും എല്ലാം കണ്ട് ഞങ്ങൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് യാത്രയായി. രണ്ടാമത്തെ ക്ഷേത്രമായ കാലഭൈരവന്റെ ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിന്റെയും പ്രധാന പ്രതിഷ്ഠ പരമശിവൻ തന്നെ. വൈദ്യനാഥേശ്വര ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാലഭൈരവ ക്ഷേത്രം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അടുത്തതായി നമുക്ക് പാതാളേശ്വര ക്ഷേത്രമാണ് കാണേണ്ടത്. ആ ക്ഷേത്രം കാണണമെങ്കിൽ കുറച്ചു ദൂരം മണലിലൂടെ നമുക്ക് നടന്നവിടെ ചെല്ലാം. കാലഭൈരവ ക്ഷേത്രത്തിൽ നിന്ന് 400 മീറ്റർ കാൽനടയായി പോയാൽ മാത്രമേ പാതാളേശ്വര ക്ഷേത്രത്തിൽ നമ്മൾ എത്തിച്ചേരുകയുള്ളൂ. Patala means underground, and the Sanskrit name Vasukeshwara. Vasuki means snake. The Naga world king Nagaraja sitting place was covered because the time it don't protection was around. Recently 3 years continuous in Panchalinga. പാതാളേശ്വര ക്ഷേത്രം പൂർണ്ണമായി മണലിൽ പൂണ്ടുപോയിരുന്നു. ഇതും മണലിൽ നിന്ന് തന്നെ കുഴിച്ചെടുത്തതാണ്. പഞ്ചശിവലിംഗം തന്നെയാണ് ഇവിടെയും ഉള്ളത്. നാഗദേവനാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി. ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുകളുമെല്ലാം ഞങ്ങൾ ശരിക്കും നടന്നു കണ്ടു. പഴമയെ ഓർമ്മിപ്പിക്കുന്ന ക്ഷേത്രം തന്നെയാണ് നമുക്ക് അവിടെയും കാണാൻ സാധിച്ചത്.
കൊല്ലവർഷം 1200-കളിൽ ഇതും ഒരു പ്രധാന ആരാധനാ ക്ഷേത്രമായിരുന്നു. അടുത്തതായി നമ്മൾ പോകുന്നത് മരലേശ്വര ക്ഷേത്രത്തിലേക്കാണ്. പുതമണ്ണിലൂടെ അങ്ങോട്ട് നടക്കുന്നതിനിടയിൽ ക്ഷേത്ര കഥകൾ ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. Almelama choose Srirangapatna Srirangnaike Devi Hanside put it very celebrate worship puja. After return take Jews. The whole type method we are continue the worship Almelam near take Jews from hardened soldiers. At the time Almelama they don't give her jewels because my husband is gone. Our Srirangapatna is include my soul. Don't give my jewels. The time soldiers from attack. That time Almelama got the sand from cover this area. This forest area? Yes, the outer people or soldiers, king, all any person don't come this place. 1.5 kilometers back, one small bridge is there. The bridge model after the river protection. The corner place very lot of sand. The time one inherited cover this area. The sand is 30 about temples or the also top. Statue 12 feet is there now. The temple 12 feet. The temple to entrance that. No madam Hampi Virupasa temple from the same plate entrance. The 35 years back the entrance only sand was covered. Then this not level sand. Very high sand, the tree down side. That time the sand as I climbed the temple didn't go back very problem because very hard sand. That time here not side. The ASA archaeological department survey the sand is മരലേശ്വര ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിയിൽ ഞങ്ങൾ കണ്ട കീർത്തിനാരായണ ക്ഷേത്രത്തെ കുറിച്ചും ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. Lime is like from cement and it's all type of entrance temple reconstructed. The 7 years back reconstructed. Maleshwara and Maleshwara two temples same thing but inside shivling was section. The Pataleshwara 1.5 feet brown color, Panchalinga is very small is there, but Panchalinga is very big shivlinga. Inside shivling 5 feet. The Kannada name, real name Maraleshwara and Sanskrit name Srikadeshwara. These two temples, Ganga's temple, thousands from a whole temple. So Panchalinga is very different. These two shivlingas, one the small, this is big. Okay, going like that. ഈ ക്ഷേത്രത്തിലെ ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് 5 അതിനാലാണ് മലരേശ്വര ക്ഷേത്രമെന്ന് ഈ ക്ഷേത്രത്തിന് പേര് വന്നത്. ഈ ക്ഷേത്രവും ഒരു കാലത്ത് മണ്ണിൽ മൂടപ്പെട്ടു പോയ ക്ഷേത്ര വിഗ്രഹങ്ങളാണ് ക്ഷേത്ര ചുറ്റുപാടും നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. പണ്ട് കാലത്ത് പ്രകൃതിക്ഷോഭമുണ്ടായപ്പോൾ കാവേരി നദിയിൽ നിന്ന് കയറി വന്ന മണ്ണാണ് ഇത് എന്ന ഒരു കഥയുണ്ട്. മറ്റൊരു കഥ 1610-ൽ മൈസൂർ രാജാവ് തലക്കാട് കീഴടക്കി. ശ്രീരംഗപട്ടണത്തിലെ വിജയനഗര രാജാവായ തിരുമല രാജ ഭേദമാകാനാവാത്ത രോഗം ബാധിച്ച് വൈദ്യനാഥേശ്വര ക്ഷേത്രത്തിൽ യാഗമർപ്പിക്കാൻ വേണ്ടി തലക്കാടിലെത്തി. ശ്രീരംഗപട്ടണത്തിന്റെ ഭരണ ചുമതല അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യയായ അലമേലമ്മയ്ക്ക് അദ്ദേഹം നൽകി. രാജാവ് മരിക്കാറായെന്നറിഞ്ഞ് അലമേലമ്മ രാജാവിനെ കാണാനായി തലക്കാടിലെത്തി. ശ്രീരംഗപട്ടണവും അതിന്റെ ആശ്രിത പ്രദേശങ്ങളും മൈസൂരിലെ രാജ വോഡയാറിന് കൈമാറാനായി അലമേലമ്മ തലക്കാടിലേക്ക് പോയി. റാണിയുടെ സ്വത്തായിരുന്ന ആഭരണങ്ങൾ കൈവശം വെക്കുവാൻ രാജ വോഡയാറിന് ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സൈന്യത്തെ ഉപയോഗിച്ച് റാണിക്കെതിരെ നീങ്ങി. റാണി അലമേലമ്മ കാവേരി നദിയുടെ തീരത്ത് പോയി ആ രത്നാഭരണങ്ങൾ കാവേരി നദിയിലേക്ക് എറിഞ്ഞു. മാലങ്കിയുടെ മുന്നിൽ മുങ്ങി മരിച്ചു. അലമേലമ്മ മരിക്കുന്നതിന് മുമ്പായി 3 ശാപങ്ങൾ നൽകി. 1. തലക്കാട് മണലായി മാറട്ടെ. 2. മാലങ്കി ഒരു ചുഴലിക്കാറ്റായി മാറട്ടെ. 3. മൈസൂരിലെ രാജാക്കന്മാർക്ക് അവകാശികളെ ജനിപ്പിക്കാൻ കഴിയാതിരിക്കട്ടെ. The Mysore Chamundi answered Chamundi Sikh in Mysapura. But same theory and Rakshab is Rakshab means in Rakshab. In 100 dead Gaura also put it 1000 of boxes created. Three chickens to get Devi is very possible. Panchalinga Darshana time first meant to Devi. But Panchalinga Darshana means all 5 short numbers made that one time only festival set Jatra. That commence time is important 5 weeks Kartika Mata. Last day Monday. The time Kartika Mata, Ruchika Mata, Puhu Nakshatra Vichakam, Anura Nasta. This all Nakshatra Masam include that one time only Panchalinga coming. That 3 years, 7 years, 3rd jump, back finish the 1996, 8, 15, 25, 37, 42, 52, 53,
59, 62, 79, 83, 92, 2006, 2009, 2013, 2005, 2020 time here, where it came low. ചൗദേശ്വരി ദേവി ക്ഷേത്രവും ഞങ്ങൾ കണ്ടു. അവിടുന്ന് ഞങ്ങൾ നേരെ കീർത്തിനാരായണ ക്ഷേത്രത്തിലേക്കാണ് അടുത്തതായി പോയത്. നേരത്തെ നമ്മൾ മുകളിലൂടെ പോയപ്പോൾ കണ്ട ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൻ്റെ വിവരങ്ങൾ നമ്മൾക്ക് ഗൈഡ് വിശദീകരിച്ച് തന്നിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തതായി ഈ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. പഞ്ചശിവലിംഗവും ചുമരിലെ കൊത്തുമണികളുമാണ് ഈ ക്ഷേത്രത്തിലെയും പ്രധാന. ഇനി ഞങ്ങൾക്ക് കാണേണ്ട 2 ക്ഷേത്രങ്ങളുടെ വിവരവും പറഞ്ഞ് ഒരു ഓട്ടോറിക്ഷയും അറേഞ്ച് ചെയ്തതെന്ന് ഉമേഷ് ഏട്ടൻ ഞങ്ങളെടുക്കെ ടാറ്റ പറഞ്ഞു. അപ്പം നമ്മൾ കീർത്തിനാരായണ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഒരു കന്നഡ ലിഖിതം പറയുന്നത് മൈസൂർ രാജാവായ ചിക്കദേവരാജ വോഡയാറിൻ്റെ ഭരണകാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരുന്നതെന്നാണ്. AD 1117 നിർമ്മിച്ച കീർത്തിനാരായണ ക്ഷേത്രത്തിന് ഒരു നക്ഷത്രഗ്രഹം, തുറന്ന അർത്ഥമണ്ഡപം, 3 പ്രവേശന കവാടങ്ങൾ, ഒരു നവരംഗം എന്നിവയുണ്ട്. വാതിലുകൾ ഹൊയ്സാല ശൈലിയിൽ വളരെ മനോഹരമായാണ് കൊത്തിവെച്ചിരിക്കുന്നത്. നാരായണന്റെ പ്രധാന പ്രതിച്ഛായ ശ്രദ്ധേയമാണ്. ക്ഷേത്ര സമവങ്ക ഒരു താമരപീഠത്തിൽ നിൽക്കുന്നു. നവരംഗം വിശാലമാണ്. ലാത്ത് ഉപയോഗിച്ച് തിരഞ്ഞ തൂണുകളും വള്ളിച്ചുരുളുകൾ, താമരകൾ, മറ്റ് പുഷ്പ ഡിസൈനുകൾ എന്നിവയാൽ അലങ്കരിച്ച ഒരു സീലിംഗും ഉണ്ട്. വൻതോതിൽ അടിഞ്ഞുകൂടിയ മണൽക്കൂനകൾക്കിടയിൽ നിന്ന് കുഴിച്ച് കണ്ടെത്തിയവയാണ് ഇവയെല്ലാം. ഹൊയ്സാല ശൈലിയിൽ കൊത്തിയെടുത്ത വാതിലുകളാണിത്. കീർത്തിനാരായണ ക്ഷേത്രം കണ്ട് ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. ഇനി കാണാൻ 2 ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. ഇവിടെ ഞങ്ങൾ അമ്പലങ്ങൾ കാണാൻ വന്നപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഗൈഡായിട്ട് വന്നത് ഉമേഷ് ചേട്ടനാണ്. വളരെ നല്ല ഗൈഡിങ് ആയിരുന്നു ചേട്ടൻ്റെത്. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇപ്പോൾ ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വെറുതെ കണ്ടിട്ട് പോകത്തേ ഉണ്ടായിരുന്നു, മനസ്സിലാകത്തില്ലായിരുന്നു. ചേട്ടൻ ഉണ്ടായത് ഞങ്ങൾക്ക് വളരെ ഉപകാരമായി. ഉമേഷ് എന്നാണ് ഈ ചേട്ടൻ്റെ ഒരു ചേട്ടൻ ടൂറിസം അംഗീകരിച്ച ഗൈഡാണ്. അപ്പം ഇവിടെ വരുന്നവർക്ക് ഉമേഷ് ചേട്ടനെ കണ്ടാൽ പുള്ളി എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. അടുത്തതായി അർക്കേശ്വര ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഉമേഷ് ഏട്ടൻ സംഘടിപ്പിച്ച ഓട്ടോയിൽ നമ്മൾ 15 കിലോമീറ്ററോളം താണ്ടി വേണം അർക്കേശ്വര ക്ഷേത്രത്തിലേക്ക് പോകാൻ. കൊച്ചു കൊച്ചു ഗ്രാമങ്ങളുടെയും വിശാലമായ കൃഷിയിടങ്ങളുടെയും ഇടയിലൂടെ ഞങ്ങളുടെ ഓട്ടോറിക്ഷ നേരെ അർക്കേശ്വര ക്ഷേത്രത്തിലേക്ക് നീങ്ങി. വഴികളിൽ വിശാലമായി നീണ്ടു നിവർന്നു കിടക്കുന്ന കൃഷിയിടങ്ങളും, തെങ്ങ് കൃഷി, നെൽകൃഷി, പനകൃഷി, കരിമ്പും കൃഷി, അങ്ങനെ പല 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 വെറൈറ്റികളിലുള്ള കൃഷിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോട്ടൺ കൃഷിയിടവും ട്രൈഡന്റിന്റെ പരുത്തി കൃഷിയിടവും നമ്മൾ കണ്ടു. വഴിയരികിൽ കാണുന്ന ക്ഷേത്രങ്ങളെല്ലാം ചോള രാജാക്കന്മാർ പണികഴിപ്പിച്ച ക്ഷേത്രങ്ങളാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ നമ്മൾ അർക്കേശ്വര ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് എത്തി. പഞ്ചശിവലിംഗം തന്നെയാണ് ഇവിടുത്തെയും പ്രതിഷ്ഠകൾ. ഉച്ചനേരമായതിനാൽ ക്ഷേത്രം അടഞ്ഞിരിക്കുകയായിരുന്നു. എന്നാലും പൂജാരി നമ്മളെ കണ്ട് ക്ഷേത്രം തുറന്നു തന്നു. പഞ്ചശിവലിംഗം തന്നെയാണ് ഇവിടുത്തെയും പ്രധാന പ്രത്യേകത. ക്ഷേത്രത്തിന്റെ ചുറ്റുപാടും ആളുറിഞ്ഞ വിശാലമായ പറമ്പുകളും മറ്റു ചുറ്റുപാടുമാണ്. കൃഷിയിടങ്ങളും കാണാം. ഇനി നമ്മൾ നേരെ പോകുന്നത് മല്ലികാർജുന സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. 1000ഓളം പടികൾ കയറിയാൽ മാത്രമേ ക്ഷേത്രത്തിന്റെ മുകളിൽ എത്തിച്ചേരാൻ പറ്റൂ എന്ന് ഞങ്ങൾ കേട്ടു. അതുകൊണ്ട് തന്നെ ഓട്ടോക്കാരനോട് പറഞ്ഞപ്പോൾ വാഹനങ്ങൾ പോകുന്ന വഴിയിൽ ഞങ്ങളെ ഇറക്കിത്തരാമെന്ന് പറഞ്ഞു. അതാവുമ്പോൾ ഒരു 200ഓളം പടികൾ കയറിയാൽ മതിയാവും. വീണ്ടും ഗ്രാമീണ കാഴ്ചകൾ കണ്ട് ഞങ്ങളുടെ ഓട്ടോ മുന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു.
രസകരമായ കാഴ്ചകളാണ് ഈ യാത്രയിൽ ഞങ്ങൾക്ക് കൂടുതലും കാണാൻ സാധിച്ചത്. കൃഷിയിടങ്ങളും കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങളും നമുക്ക് യാത്രക്കിടയിൽ കാണാം. അങ്ങനെ നമ്മുടെ ഓട്ടോ മല്ലികാർജുന ക്ഷേത്രത്തെ സമീപിച്ചു കൊണ്ടിരുന്നു. വലിയ ഒരു കയറ്റമായതിനാൽ ഓട്ടോ വരെ കേടാൻ പകച്ചു നിന്നു. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് 500ഓളം പടികൾ കയറി വേണം നമുക്ക് ക്ഷേത്രമുകളിലേക്ക് ചെല്ലാൻ. പരമ്പരാഗതമായ വേഷങ്ങൾ ധരിച്ച ചിലർ അവിടെ നിന്ന് അനുഗ്രഹങ്ങൾ ചൊരിയുന്നത് നമുക്ക് കാണാം. അങ്ങനെ 500ഓളം പടികൾ കയറി ഞങ്ങൾ ഇതാ ക്ഷേത്രം കാണാനായി പോവുകയാണ്. ഇച്ചിരി കഠിനം തന്നെയായിരുന്നു ഈ പടികയറ്റം. പടികയറുന്നതിനിടയിൽ നമുക്ക് വിശാലമായി ഒഴുകുന്ന കാവേരി നദി കാണാൻ സാധിക്കും. വളരെയധികം മനോഹരമാണ് ആ ദൂരക്കാഴ്ച. അങ്ങനെ ഞങ്ങൾ കാവേരി നദിയുടെ സൗന്ദര്യം ആസ്വദിച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോവുകയാണ്. ക്ഷേത്രം പൂർണ്ണമായും പൊളിച്ചിട്ടിരിക്കുകയാണ്. എന്നാലും വിഗ്രഹങ്ങൾ ഇരുന്ന സ്ഥാനത്ത് നിന്ന് വിഗ്രഹം ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ അവർ ചലിപ്പിച്ചിട്ടില്ല. ക്ഷേത്രം കാണാൻ വരുന്ന തീർത്ഥാടകരാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തിന്റെ വശങ്ങളിൽ ഇരിക്കുന്നത്. അങ്ങനെ ആ ക്ഷേത്രം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ കണ്ട ക്ഷേത്രത്തിന്റെ അകത്താണ് നമ്മൾ ഇത്രയും നേരം നിന്നുകൊണ്ടിരുന്നത്. അവിടെ ഭയങ്കര വെയിലായതിനാൽ ഞങ്ങൾ ആകെ അങ്ങ് ക്ഷീണിച്ചു. ഒരു കരിമ്പും ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെയും ഓട്ടോയിൽ അടുത്ത സ്ഥലത്തേക്ക് അങ്ങ് യാത്രയായി. അങ്ങനെ ആ ക്ഷേത്രം കണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം സോമനാഥപുരത്തേക്കാണ് പോകുന്നത്. ഓട്ടോ ചേട്ടൻ നമ്മളെ ബസ് സ്റ്റോപ്പിലാക്കുകയും നമ്മൾ ബസ് കയറി സോമനാഥപുരം ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങുകയും ചെയ്തു. അങ്ങനെ അടുത്തതായി നമ്മൾ ഒരു 10-20 മീറ്ററോളം നടന്ന് സോമനാഥപുരത്തിലേക്ക് പോവുകയാണ്. അതിമനോഹര നിഗൂഢ കാഴ്ചകൾ ഒളിഞ്ഞിരിക്കുന്ന സോമനാഥപുരം നമ്മൾ ഇതാ എക്സ്പ്ലോർ ചെയ്യാനായി പോകുന്നതിന് മുന്നേ ഒരു ചായ കുടിച്ചിട്ടാവാം എന്നാണല്ലോ. അപ്പൊ നമ്മളൊരു ചായ കുടിക്കാൻ കയറിയതാണ്. നല്ല സൂപ്പർ ചായ, ചൂടുള്ള ചായ ഊതി കുടിച്ചപ്പോൾ എൻ്റെ ചങ്ക് കരിഞ്ഞു പോയി. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ അതിൻ്റെ ടേസ്റ്റുള്ള ചായ ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ സോമനാഥപുരത്തിലേക്ക് ഇവിടെ വരുന്നവർ കയ്യിൽ ക്യാഷ് കരുതേണ്ട കാര്യമില്ല. ഇവിടെ ഓൺലൈനിലാണ് പാസ് എടുക്കേണ്ടത്. മൊബൈൽ ഇല്ലെങ്കിൽ ഇവിടെ കയറേണ്ട കാര്യം അധോഗതി. ഇനി നമുക്ക് സോമനാഥപുരത്തിനകത്തേക്ക് പോകാം. അപ്പോൾ സോമനാഥപുരത്തിന്റെ ഫുൾ എക്സ്പ്ലോറേഷൻ വീഡിയോ വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അമ്മണിക്കുട്ടൻ ഇത് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും.